അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് തഫ്ഹീമു തിലാവയുടെ പാർട്ട് 1-ലെ 8-ാമത്തെ പാഠമാണ്. 8-ാമത്തെ പാഠത്തിൽ നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹാ എന്നുള്ള അക്ഷരമാണ്. ആ അക്ഷരം നന്നായിട്ട് മനസ്സിലാക്കുക, എങ്ങനെ എഴുതാമെന്ന് നോക്കുക. എല്ലാവരും ബോർഡിലേക്ക് നോക്കുക. പഠിക്കുന്നത് 8-ാം പാഠത്തിലെ പുതിയ ഒരു അക്ഷരമാണ്. ആ അക്ഷരത്തിൻ്റെ പേര് ഹാ. ഹാ എഴുതുമ്പോൾ ഇങ്ങനെ താഴോട്ടൊരു സ്ട്രൈറ്റ് ലൈന്, എന്നിട്ട് ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ ഹാ. വായിൽ ശബ്ദം നിറച്ച് പറയുന്നതാണ് ഹാ ഉച്ചരിക്കുമ്പോൾ. ബിഗിനിങ്ങിൽ ഒരു വേർഡിൻ്റെ ബിഗിനിങ്ങിൽ ഹാ ഇങ്ങനെ എഴുതും. സെൻട്രലാണെങ്കിൽ നമ്മൾ ഹാ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഒരു വേർഡിൻ്റെ അവസാനം വരികയാണെങ്കിൽ അഥവാ എൻഡിൽ വരുമ്പോൾ ഹാ നാം ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ 3 തരം ഹാ ഉണ്ട്, എല്ലാം ഒരേ അക്ഷരം തന്നെയാണ്. ഹാ ബിഗിനിങ്ങിൽ നാം ഇങ്ങനെ എഴുതുന്നു, മിഡിൽ നടുവിൽ ബിഗിനിങ്ങിൽ നാം ഇങ്ങനെ എഴുതുന്നു, സെൻട്രൽ ഇങ്ങനെ ഹാ എഴുതുന്നു, എൻഡിൽ ഇങ്ങനെ ഹാ എഴുതുന്നു. ഇത് 3ഉം ഒരേ അക്ഷരം തന്നെയാണ്. ഹാ ആണ് ഉച്ചരിക്കുക. ഹാ നാം പഠിച്ചു. ഹാ ഹാ ഇങ്ങനെയും എഴുതും. ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഹാ എഴുതുക. ഈ ഹാ നമ്മൾ എഴുതി പഠിക്കുക എന്നുള്ളതാണ്. പാഠത്തിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. 3 തരം ഹാ നന്നായിട്ട് എഴുതി പഠിക്കുക. ഹാ ഹാ ഹാ. ബിഗിനിങ്ങിൽ ഹാ ഇങ്ങനെ, മിഡിൽ ഹാ ഇങ്ങനെ, എൻഡിൽ ഹാ ഇങ്ങനെ. ഈ 3 ഹാ എഴുതി പഠിക്കണം. ബിഗിനിങ്ങിലെ ഹാ, സെൻട്രൽ ഹാ, എൻഡിലെ ഹാ. ഇത് 3 എഴുതി പഠിക്കുക എന്നുള്ളതാണ് ഇന്ന് ചെയ്യേണ്ടത്. ഹാ ഹി ഹു, ഹാ ഹി ഹു, ഹാ ഹി ഹു. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ താഴോട്ട്, പിന്നെ ഇങ്ങനെയാണ് ഹാ ഇത്. ഹാ ഹി ഹു. ബിഗിനിങ്ങിലെ ഹാ ഇങ്ങനെ, സെൻട്രൽ ഇങ്ങനെ, എൻഡിൽ ഇങ്ങനെ. നന്നായിട്ട് ഒരുപാട് പ്രാവശ്യം എഴുതി പഠിക്കും. അപ്പോൾ നാം ഹാ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു. അതിനെ ബിഗിനിങ്ങിൽ എങ്ങനെ വരും, സെൻട്രൽ എങ്ങനെ വരും, മിഡിൽ എങ്ങനെ വരും, എൻഡിൽ എങ്ങനെ വരും എന്നെല്ലാം പഠിച്ചു. ഇന്ന് ഈ ഹാ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഹാ, മിഡിൽ ഹാ, എൻഡിൽ ഹാ, ഇത് 3ഉം നന്നായിട്ട് എഴുതി പഠിക്കുക, വായിച്ച് പഠിക്കുക. പാഠത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം നമുക്ക് പാഠം വായിച്ച് പഠിക്കാം.